മാതാവിന്റെ കനിവ് കൊണ്ട് രക്ഷപ്പെട്ട എനിക്ക് മിനിസ്റ്റർ ഞാൻ കൊന്നിട്ടില്ലെന്ന് തെളിയിച്ച് ഈ റാവത്ത് എന്ന നരകാസുരനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. വാമേ. എടാ നീ ഇതെങ്ങോട്ടാ? അത് കൽക്കത്തയ്ക്ക് പോകുന്ന ട്രെയിനാ. ഞാൻ അങ്ങോട്ട് തന്നെ. അങ്ങോട്ട് പോയിട്ട് പറയാം, വാ. നായക് ഭായ്, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? അറിയില്ല, കാണാൻ നിങ്ങളെ പോലെ തന്നെ. ഹായ്, ഐ എം ചെറി, സിദ്ധാർത്ഥ്. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? എന്തൊരു കഷ്ടം. ഒരു ഭാഗത്ത് പോലീസ്, ഒരു ഭാഗത്ത് ഇവന്റെ ആൾക്കാർ, മറ്റൊരു ഭാഗത്ത് ഇവനെ കൊല്ലാൻ നടക്കുന്നവര്. ഇതുപോലെ പുലിവാലി പിടിച്ച ഒരു കേസെടുത്ത് തലയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ ചെറിയ? നമസ്തേ റാവത്ത് ബായ്. എവിടെയായിരുന്നു? ഒരു ഒഴിച്ചിലും തിരുമലും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ബായ് പേടിക്കണ്ട, ബായുടെ നല്ല മനസ്സിനൊന്നും സംഭവിക്കില്ല. കാലം കെട്ട കാലത്ത് ഇത്രയുള്ളൊരു സൂചി കയറ്റിയാലേ സെപ്റ്റിക് ആവും. ആ സ്ഥാനത്ത് അവൻ ഇത്രയും വലിയൊരു ശൂലം കയറ്റി ഈ കിടപ്പ് കിടത്തിയത്. അവനെ നമുക്ക് ഈ കിടപ്പ് കിടത്തണം ബായി. കറക്റ്റ്. അവൻ ഇപ്പൊ തന്നെ മിനിസ്റ്റർ കൊന്ന കേസിലെ പ്രതിയാ. പോരാത്തതിന് നിങ്ങളെ കുത്തിയതിന് സാക്ഷികളുണ്ട്. വധശിക്ഷ ഉറപ്പായും കിട്ടും അവന്. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. സേഫ്റ്റിക്ക് അവനെ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരെ വെച്ച് തട്ടിക്കളഞ്ഞേക്കെ. കുഴപ്പമാവും സാർ. അതെന്താ? നാളെ അവന് ചുറ്റും കൂടുന്ന ജനങ്ങൾ 10 100 ആയിരിക്കില്ല, വൻ ജനാവലിയായിരിക്കും അവിടെ. എന്ത്? നാളെ 1 ലക്ഷം പേർ മനുഷ്യച്ചങ്ങല തീർത്താണ് അവനെ ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. കാഴ്ചക്ക് കൊച്ചുപയ്യനാണെങ്കിലും ഇവന് നല്ല പബ്ലിക് സപ്പോർട്ടാണല്ലോ. സപ്പോർട്ട് പ്രായം നോക്കിയല്ല, ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചാ. ബായി പേടിക്കണ്ട ബായി. ഈ നിൽക്കുന്ന ജനങ്ങള് ഒരു കോപ്പും ചെയ്യില്ല. കോടതിയിൽ ജഡ്ജിയാണെല്ലാം. അവനെ തൂക്കി കൊന്നിരിക്കും. സിദ്ധു, എന്താണ് ഇത്? നിന്നെ തൂക്കിലിടുന്ന എല്ലാവരും പറയുന്നല്ലോ. അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല ചേച്ചി. ആ റാവത്ത് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിനെ കുറിച്ചാ ഞാൻ ആലോചിക്കുന്നത്. നിനക്കൊന്നും സംഭവിക്കില്ലടാ. യുവർ ഓണർ, ഇയാൾ എക്സോ മിനിസ്റ്ററുടെ മർഡർ കേസിലെ പ്രതിയാണ്. കരുതിക്കൂട്ടി ആസൂത്രിതമായി പ്രതികാരവാഞ്ചയോടെ DGPയെയും ടാക്സി സ്റ്റേറ്റിനെയും കൊലപ്പെടുത്തിയതും ഇയാളാണ്. ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ റാവത്തിനെ വധിക്കാൻ ശ്രമിച്ചതിന് ശക്തമായ സാക്ഷിമൊഴികൾ ഉള്ളതിനാൽ പ്രതിക്ക് വധശിക്ഷ നൽകി ഇത്തരം കേസുകളിൽ കോടതി മാതൃകയാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സമ്മതിക്കുന്നു? അവനോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. ശക്തമായ തെളിവുകളുള്ള സ്ഥിതിക്ക് കോടതി ടൈം വേസ്റ്റ് ചെയ്യരുത്. തൂക്കിക്കൊല്ലവനെ. ഓർഡർ, ഓർഡർ. കോടതിക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? കുറ്റം സമ്മതിക്കുന്നു. ഇതെല്ലാം ഞാനാ ചെയ്തത്. പ്രതി സ്വമേധയാ കുറ്റമേറ്റതുകൊണ്ട് IPC സെക്ഷൻ 302, 307 പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിലിടുവാൻ. ക്ഷമിക്കണം. എന്തായിട്ടത്? വാസല് നായക് ഭായ്, എന്തൊരു മറിമായോടാ ഇത്. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇന്നലെ അടിച്ച സാധനത്തിന്റെ എഫക്റ്റ് ആണോ ഇവന്മാർ രണ്ടായിട്ട് കാണിക്കുന്നത്? ഇവനെ നമ്മൾ വീട്ടിൽ പറഞ്ഞു വിട്ടല്ലേ, പിന്നെന്താ ഇവിടെ? നമസ്കാരം സാർ. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് സിദ്ധാർത്ഥ് നായക്. ആ മർഡറൊക്കെ ഞാനാ ചെയ്തത്. അല്ല ഇവരാണോ? ഞാനാണ് സിദ്ധാർത്ഥ് നായക്. ഇവൻ എന്റെ രൂപമുള്ള ഏതോ ഒരുത്തനാ. എന്നെ പോലെ ഡ്രസ്സും ചെയ്തു വന്ന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇവൻ ചെയ്തു വെറുതെ പറയാ. അല്ല ഇവരാണോ? ഇവൻ പറയുന്നതാണ് കള്ളത്തരം. ഇവനാണ് എന്നെ പോലെ ഡ്രസ്സും ചെയ്തു വന്ന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇവൻ ചെയ്തു കള്ളം പറയുന്നത്. ആ നോക്ക്, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ നശിപ്പിക്കരുത്. ഏയ്, എനിക്കും അതാ പറയാനുള്ളത്. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ
എന്താ നിന്റെ ഉദ്ദേശം? നീ നായക്കാണെങ്കിൽ ഇവനാരടാ? എന്നെ പോലെ ഒരുത്തൻ. എടാ, അവൻ നിന്നെ പോലെ ഒരുത്തനാണെങ്കിൽ നീയോ? സിദ്ധാർത്ഥ് നായക്. നോ 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 നോ, ഞാനാ സിദ്ധാർത്ഥ് നായക്. യുവർ ഓണർ, എന്നെ കൊല്ലാൻ ശ്രമിച്ചതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവനാണ് എന്നെ കുത്തിയത്. ഇവനാണ് നായക്. ഇവരെ തൂക്കിക്കൊല്ല. ഏയ് നോ 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 നോ, മിനിസ്റ്റർ ആ കൺഫ്യൂഷനില്ല. ഒരു 5 മിനിറ്റ് അദ്ദേഹത്തെ പുറത്തു നിർത്തണം. കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കോർട്ട് ഈസ് അഡ്ജേൺഡ് ഫോർ 5 minutes. ഇതൊരു അന്യായ ജയത്തായി പോയി. ഉറപ്പായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ച കേസാ അവസാന നിമിഷം കൊണ്ടുവന്ന് സകലതും കുളവാക്കി. എടോ, ആ രണ്ടാമത് വന്നവൻ ആരാ? അവൻ ഹൈദരാബാദ് തന്നെയാണ് സർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞങ്ങളും കൺഫ്യൂസ്ഡ് ആയി ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്താണ് സർ. അല്ല, അവരെ മുമ്പ് തനിക്ക് അറിയാമെന്നാണ് പറയുന്നത്? അതെ സർ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവൻ അല്ലെന്ന് അറിഞ്ഞപ്പോ വിടുകയും ചെയ്തു. ഛീ, ആരടാ നിന്നെയൊക്കെ CBI എടുത്തത്? ആരും കേട്ടില്ല. സാർ, 5 മിനിറ്റ് സമയത്തേക്ക് കോടതി പിരിഞ്ഞത് കൊണ്ട് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുമെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ പറയും, ഈ 2 പേരിൽ നിങ്ങളെ കുത്തിയത് ആരാണ്? ഇവന്മാരെ പരസ്പരം മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇവനാണ് സാർ. മുമ്പ് പറഞ്ഞത് ഇയാളാണെന്നല്ലേ? എന്ത്? ഇവന്മാരെ മാറ്റിയില്ലേ? മാറ്റിയിട്ടില്ല. ഇവന്മാരെ രണ്ടുപേരെയും തൂക്കിക്കൊല്ല്. മനുഷ്യന് സമാധാനം കിട്ടട്ടെ. രണ്ടുപേരും തൂക്കിക്കൊല്ല്. സൈലൻസ്. ഒരു ഉത്തരവാദിത്വമുള്ള പദവി വഹിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. 100 കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇനി ഈ കേസ് കോഞ്ഞാട്ടയാ, കോഞ്ഞാട്ട. 2 പേരിൽ കുറ്റവാളി ആരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഇവരെ ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും ഹൗസ് അറസ്റ്റ് ചെയ്ത് യഥാർത്ഥ സിദ്ധാർത്ഥ് നായിക് ആരാണെന്ന് കണ്ടുപിടിച്ച് കോടതി മുമ്പാകെ ഹാജരാക്കണമെന്ന് CBIയോട് ഈ കോടതി ഉത്തരവിടുന്നു. അതിന് 10 ദിവസം അനുവദിക്കും. വേറെ വഴിയില്ല, ഫോളോ ചെയ്. സാർ, ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങിയവന് ബുദ്ധി കൂടി ഉണ്ടെങ്കിൽ CBIക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏയ്, പുകഴ്ത്തിക്കൊണ്ട് നിൽക്കാതെ പറഞ്ഞത് ചെയ്. ഗോ. ഗോയിങ്. എന്റെ സിദ്ധുവിന് ജീവിതം തിരിച്ചു തന്നു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മോളെ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യത്വം എന്ന് പറയുന്ന അന്യോന്യം സഹായിക്കുന്നതാ. എടാ, എന്താടാ നീ രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിക്കുകയാണോ? 10 ദിവസം കഴിയുമ്പോ കോടതിയിലേക്ക് ജഡ്ജും വരും, ജനങ്ങളും വരും. അവർക്കൊപ്പം ഞാനും വരും. അത് കാണാൻ നീ മാത്രം ഉണ്ടാവില്ല. നിന്നെ കൊന്നുകളയും. റാവത്തിനെ ഭീഷണിപ്പെടുത്തുന്ന അവനായിരിക്കും നായക്ക്. അല്ല, ഞാനാ. നീ ആണെങ്കിൽ പിന്നെ അവനെന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാ പിന്നെ അവനായിരിക്കും നായക്. അപ്പോ അത് നിങ്ങളുടെ മരുമോനാ? ഇത്രയും വലിയ CBI ആയ നിങ്ങൾക്ക് പറ്റാത്തപ്പോ ഈ പാവം ഞാനെങ്ങനെ കണ്ടുപിടിക്കും? എന്റെ അമ്മോ, എന്തായാലും ഇന്നൊരു പോയിന്റ് പൊട്ടിച്ചേ പറ്റൂ. സർ, ട്രിപ്പ്. ഭായി, വെറുതെ BP കൂട്ടണ്ട. ജീവിതത്തിൽ ആരോട് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷെ വിധിയോട് മാത്രം മത്സരിക്കരുത്. ഒരുത്തനെ തല്ലിക്കൊന്ന് വെള്ളത്തിലിട്ടപ്പോ അവൻ 2 ആയിട്ട് തിരിച്ചു വന്നു. ഭായി, ഞാൻ പറയുന്ന കേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എനിക്ക് നായകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എന്റെ പേര് റാവത്തെന്നേ അല്ല, എന്റെ നാട് കൽക്കത്തയേ അല്ല, ഞാൻ ഇന്ത്യക്കാരനേ അല്ല, ഞാൻ സ്കോട്ട്ലൻഡുകാരനാ എന്ന് പറഞ്ഞ് കേസും പിൻവലിച്ചോണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കുന്ന ബെറ്റർ ബെറ്റർ ബെറ്റർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കേസ് വാദിച്ച് ആ നായകനെ കൊണ്ട് ഞാനാണ് യഥാർത്ഥ നായകനെ സമ്മതിപ്പിക്കാം. വേണ്ട. എടാ, ഹൈദരാബാദിൽ പോയി ആ ചെറിയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോ. അവനെ വെച്ച് വില പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ആരാ നിങ്ങളൊക്കെ? ഇവിടുത്തെ പെണ്ണും ചെറിയായിട്ട് പ്രേമത്തിലായിരുന്നോ? പ്രേമത്തിലായിരുന്നു. അതിനെന്താ? അതുകൊണ്ടാ എല്ലാരും കൂട്ടി കൽക്കത്തയ്ക്ക് ചെല്ലാൻ റാവത്ത് ഭായ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഇവരുടെ പ്രേമം അങ്ങ് കൽക്കത്ത വരെ എത്തിയോടാ. അല്ല, ആരാടാ ഈ റാവത്ത് ഭായ്? ഡീറ്റെയിൽസ് അറിയണോ? വന്ന് വണ്ടി കയറ്. എന്താടാ എടാ പോടാ വാടാന്നൊക്കെ പറഞ്ഞാണ് വരട്ടാൻ നോക്കുന്നത്? ഞങ്ങളും റൗഡികൾ തന്നെ കൊല്ലും കൊലൊക്കെ കുറെ നടത്തിയതാ. വെടി നിർത്തടാ, വെടി നിർത്ത. നിന്റെ വായി നടക്കാൻ തോക്കിനോടാ കളി. ഭയ്യാ, നായ് ഭായ് കാ ആദ്മി ആയാ. റാവത്തിന്റെ ആൾക്കാർ എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ വേഗം റെഡിയാവ്. ഇവിടെ കഴിയുന്നത് സേഫ് അല്ല. പേടിപ്പിക്കാതെടാ. നിങ്ങൾ ആരാ? നായകന്റെ ആളുകളാ. അവനാരാടാ? അത് കൽക്കട്ടയിൽ എത്തുമ്പോ മനസ്സിലായിക്കോളും. നിങ്ങളുടെ കൂടെയുള്ള പെണ്ണിനെയും കൂട്ടിക്കോ, ജൽദി. അവളെ എന്തിനാടാ? ചെറിയ ഞങ്ങളോടൊപ്പം തന്നെയാ ഉള്ള. ഓഹോ, ഇതൊക്കെ അവനൊപ്പിക്കുന്നതാ. എടി മോളെ, കൽക്കത്തയിലേക്ക് കെട്ടിയെടുക്കണമെന്ന് വേഗം റെഡിയാവോ. ഇപ്പൊ വരാം. ലിപ്സ്റ്റിക് ഒന്നിട്ടോട്ടെ. ആ, ഇനി ലിപ്സ്റ്റിക്കിന് കുറവേ ഉള്ളൂ. പ്രാണവേദന ഇവിടെ അമ്മയ്ക്ക്, മകൾക്കാണെങ്കിൽ അവിടെ വീണവായും. ചെറിയ എവിടെ ഏട്ടാ?
ചെറി എവിടെ? അവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടി വെച്ചേ. ഹായ്, വെൽക്കം ടു കൽക്കട്ട. നീ എന്ന് ഞങ്ങളുടെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഞങ്ങൾക്ക് ശനിദശ. നീ ഇവിടെ എന്നെ ഉണ്ടാക്കാൻ വന്ന? വെറുതെ തൊള്ളവറക്കണ്ട. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ നായക് ഭായിയുടെ ഈ പ്ലാൻ. നായക്ക് ഞങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ അവൻ ആരാടാ? ഒന്ന് വെറുതെ ഇരിക്ക്. ശരിക്കുള്ള ട്വിസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നവർ എന്തോന്നാ എത്ര പറഞ്ഞറിയിക്കാൻ? ഇനി അടുത്ത പണി എന്തായിരിക്കുമോ? ചെറി നമ്മുടെ മുമ്പ് വെച്ച് അവിടെ പോയി കെട്ടിപ്പിടിക്കുന്ന കണ്ടില്ല, എന്തൊരു നാണക്കേടാ. എന്റെ തലയിലെഴുത്ത്, അല്ലാണ്ട് എന്താ പറയാ. ഞാന് ചെറിയല്ല. What? ഞാന് ചെറിയല്ല. പെട്ടെന്നെന്താ ഇവൻ ചെറിയല്ലാന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ട്വിസ്റ്റിന്റെ കാര്യം. അങ്ങളെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾക്ക് സുഖമാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ. ചെറിക്ക് വേണ്ടപ്പെട്ടവരാന്ന് മനസ്സിലായി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഇവന്റെ പേര്. എന്താടാ നീ കൽക്കട്ടെ കാല് കുത്തിയപ്പോ ഞങ്ങളുടെ പേരൊക്കെ അങ്ങ് മറന്നോ? എടാ ജിലേബി സാർ, ഇവൻ ഞങ്ങളെയൊക്കെ മറന്നോടാ? മറന്നുപോയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഒന്ന് ആ മോഹം ഇങ്ങോട്ട് തിരിച്ചു നോക്കിയേ. മഞ്ജു, ഞാനാണ് ചെറി. സത്യമായിട്ടും? ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. വല്ലിച്ച, ഇതാ എന്റെ ചെറി. കൺഫേം. ഒക്കെ ഞാൻ കണ്ടു. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. വെല്ലിച്ചിനും ആങ്ങളെ നിൽക്കുന്നേ. ഇവൻ ചെറിയാന്ന് അവക്കെന്താ എത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവും പറയുന്നത്. ഒന്നും ഉണ്ടായില്ല ചാണത്രയാ. 2 വന്നപ്പോഴേ ഇങ്ങനെ, ബാക്കി 5 കൂടെ വന്നാ നിന്റെ പെങ്ങളെ ബാക്കി ഉണ്ടാവില്ല. എന്താ ഇതൊക്കെ? അകത്ത് അച്ഛനും അമ്മയ്ക്കുണ്ട്. അവരെല്ലാം പറയും. വാ. ശരി. എന്തൊരടിയാ വല്ലിച്ച, പച്ചക്ക് കീറ. പാച്ചയ്ക്ക് അടിച്ചിട്ട് പോലും ഏക്കുന്നില്ലടാ. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അന്ന് ഇവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ കണ്ണുരുട്ടണ്ട, എനിക്ക് നല്ലൊരു കുടുംബ ജീവിതവും കിട്ടിപ്പോയതിന് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഒന്ന് ആലോചിച്ചേ. എന്നെ പോലൊരു വരനെ 100 ജന്മം താമസിക്കുന്ന കിട്ടുമായിരുന്നു. എന്തിനല്ല ചവിട്ടിയെ? നിന്നെ ചവിട്ടാതെ തന്നെ നിന്റെ പെങ്ങളെ അപ്സരസോ ഐശ്വര്യോ എവനെങ്കിലും തലയെ വെച്ച് കെട്ടിക്കൂടെ എന്ന് കരുതി പരട്ട കളവന് കെട്ടിച്ചു കൊടുക്കണം. ആ നിന്റെ പെങ്ങളെ കെട്ടാൻ ഫഹദ് ഫാസിലോ കുഞ്ചാക്കോ ബോബനോ വരും. അതുവരെ നമുക്ക് പൃഥ്വിരാജിനെ ഒന്ന് ആലോചിച്ചാൽ എന്താ? വെല്ലിച്ച, എന്താടി വെല്ലിച്ച, വീണ്ടും കൺഫ്യൂഷനായി. ചെറിയാന്ന് കരുതി സിദ്ധുവിന് കൊടുത്തു. അവൻ തെറ്റിദ്ധരിച്ചു കാണുമോ എന്തോ. വെല്ലിച്ചൊന്ന് പോയി പറയോ? നീ എന്താടി കരുതിയേ ഞാൻ നിന്റെ ബ്രോക്കർ ആണെന്നോ? നിന്റെ ബ്രോക്കർ ചെയ്യാൻ വേറെ ആളെ നോക്കടി. ചേച്ചി, അതിനു മുൻപ് സിദ്ധു ആണെന്ന് കരുതി ഞാൻ ബാത്റൂം കഥവ് തുറന്നു. അതിൽ ചെറിയായിരുന്നു. സോറി ചേച്ചി. ശരി വിട്. ബാത്റൂമിൽ പോയോ? ബെഡ്റൂമിൽ പോകാൻ പാടില്ലായിരുന്നു. മെനഞ്ഞത് പോയി വലിച്ച, അവിടെയും കൺഫ്യൂഷനായി. അണ്ണാ, ഈ നാട്ടിലുള്ള സർവത്ര പെമ്പിള്ളേരും വെല്ലിച്ചൻ സാധനം അണ്ണന് പേറ്റ് വാങ്ങിയിരിക്കല്ലേ? ഈ കുപ്പി എടുത്ത് തലമുടിക്ക് ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എടാ ജിലേബി സാർ, ദേ ഇവിളുമാരെ കൊണ്ടുപോയി ഞാൻ കൺഫ്യൂഷൻ തീർത്ത് കൊടുക്കും. പ്രേമിക്കുന്ന അവർക്ക് പോലും അറിയില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാം സാർ? എടാ ഇവിടെ ഉള്ളവന്മാരുടെ കൂട്ടത്തിൽ സകല കൂടായ്പ അറിയാന്നോ നീ മാത്രമേ ഉള്ളൂ. കൂട്ടിക്കൊണ്ട് പോടാ. ശരി സാർ, വാ മോളെ. പാവം ജിലേബി 6 മാസമായി ഇവന്മാരെ ഫോളോ ചെയ്യുന്ന ഞങ്ങളെ തന്നെ ഇവന്മാരിട്ട് വട്ടി കളിപ്പിക്കുക. പിന്നെയാ ഇവളുമാര് തലയും കുത്തി നിന്നാലും ഇവളുമാരെ തിരിച്ചറിയത്തില്ല. അവന്മാർക്കേ അറിയില്ല അവന്മാരാരാ. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.